നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം, നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് അകലെയാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം ആയി നമ്മൾ ഈ ലക്ഷ്യങ്ങളിലേക്ക് നടക്കുന്നത്. ഇത് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന മന്ത്രം 9 ദിവസം 9 തവണ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ആ മന്ത്രം പറയുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് ഗണേശ ഗായത്രി മന്ത്രമാണ്. ഗണേശ ഗായത്രിയുടെ ലക്ഷ്യം നമ്മളുടെ തടസ്സങ്ങൾ അകറ്റുക എന്നുള്ളതാണ്. ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ 9 ദിവസം ഇത് ചൊല്ലേണ്ടതുണ്ട്. 9 പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത്. 9 പ്രാവശ്യത്തിൽ കൂടിയാലും കുഴപ്പമില്ല. ഈ മന്ത്രം ഉരുവിടുമ്പോൾ സ്വല്പം ശബ്ദത്തിൽ ഉരുവിടേണ്ടതാണ്. കാരണം ഇത് പ്രകൃതിയിൽ ലയിച്ചു വേണം നമ്മൾക്കുള്ള പോസിറ്റീവ് എനർജി ലഭിക്കുവാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ മന്ത്രം ജപിച്ച് മനസ്സിൽ ശ്രീഗണേശനെ പൂജിച്ചു കഴിഞ്ഞാൽ സർവ്വ തടസ്സങ്ങളും മാറുന്നതാണ്. കൂടാതെ ഈ സമയത്ത് നിങ്ങൾ സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ 9 ദിവസവും രാവിലെ കുളിച്ച് വൃത്തിയായതിനു ശേഷം, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കാവുള്ളൂ. അപ്പോൾ മന്ത്രം പറയുകയാണ്: ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി ത്വന്നോ ബുദ്ധി പ്രചോദയാത്. ഇതാണ് മന്ത്രം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്: ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി ത്വന്നോ ബുദ്ധി പ്രചോദയാത്. ഇതാണ് ഗണേശ ഗായത്രി മന്ത്രം. കൂടാതെ ഈ സമയത്ത് നിങ്ങൾ അന്നദാനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അന്നദാനം മഹത്തായ ഒരു പുണ്യപ്രവൃത്തിയാണ്. പക്ഷെ അന്നദാനം ചെയ്യുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.